ദൈവസന്നിധിയിൽ സൗരഭ്യവാസിനായി സ്വീകരിക്കപ്പെട്ടിരിക്കുന്നതായ വിശുദ്ധ ദശാംശങ്ങൾ, നേർച്ചകൾ, വഴിപാടുകൾ, കാണിക്കകൾ എല്ലാ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഇത് നൽകിയിരിക്കുന്നതായ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ തന്നെ എന്നോടൊപ്പം ചേർന്ന ഈ നിമിഷം കടകളെ അടച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സകല അനുഗ്രഹങ്ങളുടെയും ഉറവിടമായിരിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, തിരുമുൾ കാഴ്ചകളുമായി ഇന്ന് ദിവസത്തിലേക്ക് വരുവാനും അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അവിടുന്ന് ചെയ്തിരിക്കുന്ന ഉപകാരങ്ങൾ ഓർക്കുവാനും ദൈവപണികളുടെ ജീവിതത്തിൽ ഒരുക്കിയിരിക്കുന്ന ചെയ്തിരിക്കുന്ന നന്മകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്തു. കർത്താവേ, ഇന്ന് ദശാംശങ്ങളുമായി ദിവസത്തിൽ വന്നതായ ഓരോ മക്കളെയും അവിടുത്തെ കരങ്ങളിലേക്ക് അടിയേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രകൃതി പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയപ്പോഴും നിന്റെ മക്കൾക്ക് അധ്വാനത്തിന്റെ വഴികളെ കണ്ടെത്തുവാനും അതിൽ ലഭിച്ച വരുമാനം ദൈവമേ തങ്ങളുടെ ജീവിതത്തിനായിട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ ദൈവമേ അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന പ്രകാരം 10-1 അവിടത്തേക്ക് വിശുദ്ധമായിരിക്കുക അത് വേർതിരിച്ച് നിന്റെ മക്കളുടെ ദൃശ്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുമ്പോൾ കർത്താവേ, അവിടുത്തെ ഭണ്ഡാരത്തിലേക്ക് അത് ചേർക്കപ്പെടുമ്പോൾ ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു വാഗ്ദത്തം ചെയ്ത മലാക്കി പ്രവാചകനിലൂടെ ഇന്ന് കാലം ഈ അർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദശാംശങ്ങളെ അവിടെ സ്വീകരിച്ചു. നൽകിയിരിക്കുന്ന ഓരോ കരങ്ങളെയും വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നേർച്ചകളുമായി ദിവസത്തിൽ വന്നിരിക്കുന്നവരെ, വിശുദ്ധ വഴിപാടുകളായിട്ട് സമർപ്പിച്ചിരിക്കുന്നവരെ ദൈവമേ, കഴിഞ്ഞ ഒരാഴ്ചക്കാലം അവർ നേരിട്ടതായ പ്രതിസന്ധികളുടെ നടുവിൽ, രോഗങ്ങളുടെ നടുവിൽ, കഷ്ടതകളുടെ നടുവിൽ കർത്താവേ അവർക്ക് കഴിയാതെ പോയതായ സഹായങ്ങൾ പലതും ദൈവം നടത്തി കൊടുക്കുകയും ദൈവം സഹായിക്കുകയും ചെയ്തിട്ട് നന്ദി എന്നോണം ഇന്ന് തിരുസന്നിധിയിൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്നതായ ഓരോ നേർച്ചകളെയും ഇന്ന് തിരുവോണ കാഴ്ചകളായി അവിടുന്ന് സ്വീകരിച്ചതിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. അവരുടെ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് കർത്താവ് വിടുവിക്കണം. സുഖവും ബലവും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കണം. അവരുടെ കുഞ്ഞുങ്ങളെ, അവരുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഭാര്യ, ഭർത്താക്കന്മാരെ എല്ലാവരെയും അങ്ങനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന നേർച്ചകൾ അത് നൽകിയിരിക്കുന്ന ഓരോ കരങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അവരെന്ത് ദിവസത്തോടുകൂടിയാണ് കർത്താവ് ഇത് തിരുസന്നിധിയിൽ കൊടുത്തിരിക്കുന്നുവോ അതിന് തക്കതായ പ്രതിഫലം ദൈവത്തിൽ നിന്ന് ലഭിക്കാൻ അവരെ സഹായിക്കണം. ദൈവമേ, ചോദിച്ചത് അല്പമാണ്, അധികം നന്മകളെ കൊണ്ടുള്ള നിരക്കും. കർത്താവിന്റെ സ്നേഹമാർന്ന കരങ്ങളിൽ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുമാറാകണം. കരുണയുള്ള വാഴ്ത്തപ്പെട്ട ദൈവമേ, ആമേൻ. ഇപ്പോൾ ഇന്ന് പ്രത്യേകമായിട്ട് ഒരു നേർച്ചയുമായിട്ടാണ് പ്രിയപ്പെട്ട സഹോദരി ജ്ഞാനഭായി കടന്നു വന്നിട്ടുണ്ട്. എന്തിനാണ് ഇന്ന് ഈ നേർച്ച നടത്തപ്പെട്ടത് എന്ന് 2 വാക്ക് സംസാരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇങ്ങോട്ട് വന്നത് Gracias.
ഭാഷ വന്മിക ഭാഷനെ വിളിച്ചു പറഞ്ഞു. വന്മികെന്ന് പറഞ്ഞു. പിന്നെ ഇത് മാറ്റി വെച്ചു. എൻ്റെ ദൈവം എനിക്ക് സുഖം തോന്നി. എൻ്റെ വേദനകളെ എൻ്റെ കർത്താവ് മാറ്റി തന്നു. ഇതിന് മുമ്പേ എനിക്ക് വന്നത് ഒരു പ്രാവശ്യം വന്ന് എൻ്റെ മകളെ വീട്ടിൽ നിന്ന് ഞാൻ അവിടെ നിന്ന് എൻ്റെ കണ്ണടഞ്ഞ് വായടഞ്ഞ് എൻ്റെ ബോധം നഷ്ടപ്പെട്ട് എന്നെ മെഡിക്കൽ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവർ തിരിഞ്ഞു നോക്കിയില്ല. അവരെനിക്കൊരു കുളിയോ വെച്ചിട്ട് വെള്ളം മുടി അന്നതാഴ്ച എനിക്ക് അറിഞ്ഞില്ല. എൻ്റെ കളി അമ്മ പറഞ്ഞു, അമ്മ എവിടെ ഇട്ടിട്ട് പാകണ്ടാന്ന് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. എഴുതി വയ്ക്കാൻ തന്നെ എഴുതി വെച്ചിട്ട് രാത്രി 12 മണിക്ക് എൻ്റെ വീട്ടിൽ കൊണ്ടുപോകും. വീട്ടിൽ കൊണ്ടുവന്നോടെ പിന്നെ മറ്റു കാലമുള്ള ചന്ദ്രൻ ഭാഷ, ആ ഭാഷ ഞാൻ CSC പള്ളിയിൽ 2 ടീച്ചർമാർ ഇവിടെ വന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു ബോധമില്ലായിരുന്നു. എനിക്കൊന്നും അറിയൂടായിരുന്നു. എൻ്റെ കാലഎനിക്ക് കൈ അടങ്ങിയ, എൻ്റെ അടഞ്ഞിരുന്ന കണ്ണ് തുറന്നു, എൻ്റെ വായ അടഞ്ഞിരുന്ന വായ തുറന്നു. എൻ്റെ നഷ്ടപ്പെട്ടതായ ബോധത്തെ എൻ്റെ കർത്താവ് എനിക്ക് തിരിച്ചു തന്നു. നഷ്ടമായ എനിക്കിപ്പോഴും വന്ന ലോകത്തിൽ എൻ്റെ അത്ഭുതം ചെയ്തു. എൻ്റെ അപ്പനേക്ക് തുറന്നു തന്ന വെള്ളം തന്നു വികാസം തന്നെ രക്ഷിച്ചു. എൻ്റെ അപ്പം ചെയ്ത ഉപകാരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ സാക്ഷിയെ നിന്ന് ഞാൻ ശ്രമിക്കും. പ്രിയമുള്ളവരെ, പ്രിയ മാതാവിൻ്റെ സാക്ഷ്യം നമ്മൾ കേട്ടു കഴിഞ്ഞു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ചന്ദ്രനിലൂടെ ഉണ്ടാകുന്ന സമയത്ത് ഈ അമ്മ പറഞ്ഞതുപോലെ ഇതൊന്നൊരു 2 വർഷത്തിലധികമായി ഞാൻ എൻ്റെ ഓർമ്മ എന്നെ കൂടെ വിളിച്ചു, എന്നോടൊപ്പം ഒന്ന് വരണം, നമ്മളെ ഇതേപോലെ നമ്മുടെ അമ്മച്ചി ഇങ്ങനെ സുഖമില്ലാതൊക്കെയാണെന്ന് പറഞ്ഞു. ഞാൻ ആളെ വീട്ടിൽ പോകുമ്പോൾ കാര്യം ശരി തന്നെയാണ്, അമ്മയ്ക്ക് അബോധാവസ്ഥയിലാണ്. ഇപ്പം അത് ഓർത്ത് അമ്മ പറയുകയും ചെയ്തു. ഇപ്പം അതിനുശേഷം എത്ര വർഷമായിരുന്നു എനിക്ക് ഓർമ്മയില്ല, 4 വർഷമായിട്ട് ശരി. ദൈവം അവർക്ക് ദീർഘായുസ് കൊടുത്തല്ലോ. അവർക്ക് ഒരു വഴിയുടെ സഹായത്താലാണെങ്കിലും മുന്നോട്ട് വന്ന് ഇന്ന് ദൈവം അവർക്ക് വേണ്ടി ചെയ്തതായ ഉപകാരങ്ങളെയും നന്മകളെ ഓർത്ത് സാക്ഷീകരിക്കാൻ കർത്താവ് അവർക്ക് കൊടുത്ത അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദീർഘായുസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. 116 സംഖ്യത്തില അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ അടുത്ത വായിച്ചാട്ടെ ഒരാൾ. 116 സംഖ്യത്തില് അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചാട്ടെ. ഈ അമ്മയ്ക്ക് വേണ്ടി നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവർക്ക് ദൈവം നൽകിയതായ വിടുതൽ, അവർക്ക് ഇന്ന് നൽകിയതായ അനുഗ്രഹങ്ങൾ, അതിന്റെ പരമായിട്ടാണ് ഈ സാക്ഷ്യം നമുക്ക് കേൾക്കാൻ കിട്ടിയോ. യഹോവ ആത്മബുദ്ധികളെ പാലിക്കുന്നു, ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കാൻ യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് അതിന്റെ അടുത്ത വാക്യം, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത്. ഇന്ന് ഈ സഭയിൽ ഈ പ്രിയ മാതാവ് പറഞ്ഞത് ഇത് ജീവനുള്ളവരുടെ സഭയാണ്, ജീവനുള്ളവരുടെ ദേശമാണ്. ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുൻപാകെ, ഇന്ന് അമ്മ നിന്ന് ആരുടെ മുൻപാകെയാണ്? യഹോവയുടെ മുൻപാകെ നടക്കും. അടുത്ത്, ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. ഞാൻ അതാണ് ഇപ്പൊ 4 വർഷത്തെ കാര്യം പറഞ്ഞത്. സകല മനുഷ്യരും പോഷ്കു പറയുന്നു എന്ന് ഞാൻ എന്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. അടുത്ത വാക്യമാണ് നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നത്. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ അവന് എന്ത് പകരം കൊടുക്കും. അടുത്ത് പറയുന്നത്, ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. നമുക്ക് എല്ലാവർക്കും കണ്ണുകൾ അടയ്ക്കും. ഒരു നിമിഷം എഴുന്നേറ്റ്, എല്ലാവരും എഴുന്നേറ്റ്. ഈ അമ്മക്ക് വേണ്ടി എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു നിമിഷം നിങ്ങൾ അവരുടെ ആയുസ്സിന് വേണ്ടി, അവരുടെ സൗഖ്യത്തിന് വേണ്ടി, അവരുടെ വിടുതലിന് വേണ്ടി
അവരുടെ സമാധാനത്തിന് വേണ്ടി, അവരുടെ ദീർഘായുസിന് വേണ്ടി ഇന്ന് അവർ ഈ തിരുസന്നിധിയിൽ കഴിച്ചതായ നേർച്ച സൗരഭ്യവാസനയായി കർത്താവ് സ്വീകരിച്ചു. ഇനി അനേക വർഷങ്ങൾ ദീർഘായുസോടുകൂടി ഇരുന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ, ആലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ഈ പ്രിയ മാതാവിനെ ദൈവം കരുതണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഈ അമ്മയ്ക്ക് വേണ്ടി ഒരു നിമിഷം അവർക്ക് ഇത്രയും പ്രായമായെങ്കിലും തിരുസന്നിധിയിൽ വന്ന് സാക്ഷിപ്പാൻ കർത്താവ് സഹായിച്ചുവല്ലോ. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ എന്നോടൊപ്പം ചേർന്ന് അവർക്ക് വേണ്ടി നിങ്ങളുടെ നാവുകളിൽ നിന്ന് ഒരു വാക്ക് ദൈവമേ മാതാവിനെ ഇന്ന് അനുഗ്രഹിക്കണമേ, മാതാവിനെ ഇന്ന് അനുഗ്രഹിക്കണമേ എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസമ്പൂർണനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ ദിവസത്തിന്റെ ഈ മധ്യാഹ്ന വേളയിൽ ഞങ്ങളുടെ പ്രിയ മാതാവ് ദൈവമേ കഴിഞ്ഞ സമയങ്ങളിൽ അവര് അവസ്ഥകളുടെയും കഷ്ടതകളുടെയും രോഗത്തിന്റെയും പ്രയാസങ്ങളുടെ നടുവിലൂടെ ഒരുപക്ഷെ ഈ ലോകത്ത് നിന്ന് തന്നെ മാറ്റപ്പെടുമെന്നുള്ളതായ സാഹചര്യം ഉണ്ടായപ്പോൾ യേശുവിന്റെ കരം അവരെ തൊടുകയും അവർക്കായി പ്രവർത്തിക്കുകയും കർത്താവിന്റെ സമാധാനം കൊണ്ട് അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തുവല്ലോ. കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ കർത്താവ് 12 വർഷക്കാലം രക്തസ്രാവം ബാധിച്ചതായ സഹോദരി അതേ എരിഹോവിന്റെ റോഡിന്റെ വീതിയിലൂടെ കടന്നു പോകുമ്പോൾ ആ പ്രിയ സഹോദരി യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ വന്ന് പിടിച്ചപ്പോൾ ആ നിമിഷം തന്നെ അവിടുന്ന് ശക്തി പുറപ്പെട്ട ആ സഹോദരിയുടെ ആ മാരക രോഗത്തെ നിർത്തിയതായ ദൈവം ഇന്ന് തൽക്കാലം വാർദ്ധക്യത്തിന്റെ അവസ്ഥയിലും ഇത് തിരുസന്നിധിയിൽ വന്ന ദൈവർക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങൾ ഓർത്തുകൊണ്ട് ഒരു സാക്ഷിയായി നിൽക്കുവാൻ എന്റെ ദൈവം പ്രിയമാതാവിനെ സഹായിച്ചു ഓർത്ത് സ്തോത്രം ചെയ്യും. 116 സങ്കീർത്തനം സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്ന നിങ്ങൾ വായിച്ചു. ദൈവമേ, എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും എന്റെ ജീവനം മരണത്തിൽ നിന്നും വിടുവിച്ചതായ ദൈവം ഞാൻ എന്ത് പകരം കൊടുക്കും? എനിക്ക് പകരം കൊടുക്കുവാനായിട്ടൊന്നുമില്ല. ഇന്ന് പ്രിയമാതാവിന്റെ സാക്ഷ്യം അവിടുന്ന് സ്വരവിവാസനായിട്ട് കർത്താവ് സ്വീകരിക്കുന്നു. അവരെ ദൈവമേ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ശിരസ് മുതൽ പാദം വരെയും പാദം മുതൽ ശിരസ് വരെയും അവരെ ശരീരത്തിൽ പോരാടുന്ന എല്ലാ രോഗബന്ധനങ്ങളെയും പ്രയാസങ്ങളെയും ഭാരങ്ങളെയും നീക്കി അവർക്ക് സമാധാനവും ആരോഗ്യവും സന്തോഷവും കൊടുത്ത് ദീർഘായുസ്സോടും കൂടെ ഈ ഭൂമിയുടെ മുൻപുറങ്ങളിലായിരിക്കാൻ പ്രിയ മാതാവിനെ ദൈവം സഹായിക്കണം. ഇന്നും ദൈവസന്നിധിയിൽ അവർ കഴിച്ചതായ നേർച്ച അത് ഇന്ന് കർത്താവ് അംഗീകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ സാന്നിധ്യം, അവിടുത്തെ മാറ്റമില്ലാത്ത സ്നേഹം പ്രിയ മാതാവിന്റെ മേൽ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് കൊടുത്തതായ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ എല്ലാവരുടെയും പരിചരണങ്ങളും ശുശ്രൂഷകളും സഹായവും അവർക്ക് അനുഗ്രഹമാകട്ടെ. ഈ സഭയ്ക്ക് ഈ പ്രിയമാതാവ് ഒരു അനുഗ്രഹമായി തീരട്ടെ. ഇന്ന് അവർ ദൈവസന്നിധിയിൽ നേർന്നതായ നേർച്ചയും അതിന്റെ ഇവിടെ നിറവേറ്റപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കുകയും അതിന്റെ നന്മ പതിന്മടങ്ങായി പ്രിയ മകൾക്ക് കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് സമാധാനത്തോടെ ഈ ആലയത്തിൽ കടന്നു പോകട്ടെ. ഇനിയും അനേക വർഷങ്ങൾ ദീർഘായുസ്സോടിരുന്ന് ദൈവത്തെ സാക്ഷീകരിക്കാൻ ദൈവപ്രിയ മാതാവിനെ ദൈവം അനുഗ്രഹിക്കും. ഇന്നിവിടെ കഴിക്കുന്ന എല്ലാ നേർച്ചകളെയും അങ്ങ് അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങൾ എല്ലാവരും ചേർന്ന് ആ പ്രിയ മാതാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ സമാധാനം, അവരുടെ ആശ്വാസം, അവരുടെ വിടുതല്, അവർക്ക് ദൈവം നൽകുന്നതായ എല്ലാ കൃപകളും ദൈവസന്നിധിയിൽ സൗരഭ്യവാസമായി സ്വീകരിക്കും. ഇപ്പോൾ അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി ദൈവം അനുഗ്രഹിച്ചു നോക്കുന്ന സ്തോത്രം. അവിടെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിച്ചു നോക്കുന്ന സ്തോത്രം. അവിടെ നേർച്ചകൾ മാനിച്ചു സ്തോത്രം. ഇതിനധികമായി ചെയ്യുവാനായിട്ട് ദൈവം സഹായിക്കും. മാലും മഹത്വവും പുകഴ്ചകളും തലകളെ വണക്കിയിരിക്കുന്ന എല്ലാവരുടെ മക്കളെയും വിവിധങ്ങളായ ആവശ്യങ്ങളുമായി നിൽക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ അവരുടെ കരുണയും കൃപയും കരുതൽ കൂടെ എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. മാലും മഹത്വവും പുകഴ്ചകളും അവരുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരുണയുള്ള പിതാവേ, ആമേൻ. പ്രിയമുള്ളവരെ, ഇപ്പോൾ തന്നെ സമയം ഏകദേശം
വെറുതെ 12:45 മണിയായിരിക്കുകയാണ്. ഇനി ഒരു നീണ്ട പ്രസംഗം ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഒരു ആരാധനയുടെ പ്രധാന ഘടകങ്ങളിലൊന്നാണ് വചന ശുശ്രൂഷ എന്ന് പറയുന്നത്. എനിക്കിത് ഏറ്റവും വലിയ സന്തോഷമുള്ളതായ ഒരു ദിവസമാണ്. കാരണം ദൈവസന്നിധിയിൽ ഒരു വിശുദ്ധ ശബ്ദം നമുക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ്. ഇവിടെ ആയിരിക്കുന്നതായ എൻ്റെ പ്രിയ സഹോദരങ്ങൾ, പ്രിയ ഗോവിന്ദ് സാർ, അജി, ഗോവിന്ദ് സാറിന് നന്ദി പറയാൻ വിട്ടുപോയതാണ്. എന്തായാലും ഞാനത് പറയുകയാണ്. അതുപോലെ സദീന സിസ്റ്റർ, അതുപോലെ ടീം അംഗങ്ങൾ, എല്ലാവരുടെ പേര് പറയാൻ സമയം. ഈ സഭയുടെ ഓരോ അംഗങ്ങളും, കുഞ്ഞുങ്ങളും, സഹോദരങ്ങളും, അതുപോലെ നമ്മുടെ ഓർഗൻ പ്ലേ ചെയ്യുന്ന പ്രിയ സാറ് വീണ്ടും കാണാൻ സാധിച്ചല്ലോ, ദൈവം അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഈ സഭയിലെ എല്ലാ വിശ്വാസി കുടുംബങ്ങളും, എന്നോടൊപ്പം പ്ലാറ്റ്ഫോമിലായിരിക്കുന്നതായ സഭയുടെ സഭാമൂപ്പൻ, നമ്മുടെ പ്രിയങ്കരനായ ജയവണ്ണൻ, അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ചെറുപ്പക്കാരനായ അച്ഛൻ, ദൈവത്തിൻ്റെ വായ്പ്രദേശത്തായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങളെയും, നമ്മുടെ പ്രസാദങ്ങളുണ്ട്, ഞാൻ എല്ലാവരും അണ്ണനെന്നാണ് വിളിക്കുന്നത്. ഞാൻ കുഞ്ഞുനാൾ പോലും ഇവിടെ വന്ന് പരിചരിച്ച് നിങ്ങളോടൊപ്പം പാട്ടുകൾ പാടി ശിശുരുടെ മുഖത്ത് നമ്മുടെ സിംഗാരായിരിക്കുന്ന സമയം മുതലൂടെ ആയിരുന്നതായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരാളായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇന്ന് ശുശ്രൂഷയുടെ മുഖത്തായിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ദൈവങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇവിടുത്തെ പാട്ടും ഈ കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, നമ്മുടെ അവിടുത്തെ സമാപൻ ഒരു ഹാർമോണിയം വായിക്കുമെന്ന് ചോദിച്ചു. ഹാർമോണിയം, അതിൻ്റെ ശബ്ദം ഭയങ്കര ശബ്ദമാണ് അല്ലേ? അത് പണ്ട് ഇങ്ങനെ പിച്ചിട്ട് വായിക്കുന്നവരുണ്ട്. വചന എനിക്ക് എൻ്റെ ഓർമ്മയിൽ തിങ്ങിരിക്കുന്ന ഒരു പാട്ട്, വചനത്തിൽ തേനരുവി സ്വർഗരാജ്യത്തിൽ പതിക്കും ജീവന്, ആ പാട്ടാണ്. പിന്നെ ദൈവത്തിൽ മുന്തിരിത്തോട്ടം, ബാക്കി ദൈവത്തിൽ മുന്തിരിത്തോട്ടം, നന്മ വിളയുന്ന തോട്ടം. ഈ പാട്ടുകളെല്ലാം ഇന്ന് നമ്മുടെ ഈ ചെറുകുരു സഭയും ഇവിടവുമായിട്ട് തങ്ങി നിൽക്കുന്നതായതൊന്നാണ്. ഇപ്പോൾ സമയം ഇത്രയൊക്കെ ആയിപ്പോയതുകൊണ്ട്, പ്രത്യേകിച്ച് നേർച്ചയൊക്കെ ആയതുകൊണ്ട്, പ്രിയ അമ്മയുടെ നേർച്ചയായിട്ട് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു അജി പറഞ്ഞ പോലെ ഒരു ഭക്ഷണമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വലിയ അല്പസമയം കൂടുതൽ ഇരുന്നാലും ഒരു പ്രശ്നമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിന്ദു എന്ന് പറയുന്നു, ഒരു 15 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് പ്രസംഗം അവസാനിപ്പിക്കുന്നത്? എങ്കിലും ഒരു 15 മിനിറ്റ്, ഒരു 1.25 മണി വരെ, ഒരു അരമണിക്കൂർ ആർക്കെങ്കിലും BP യോ ഷുഗറോ പ്രഷറോ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ള ഒരു വെള്ളമോ മിഠായിയോ എന്തെങ്കിലും എടുത്ത് വെച്ച് അല്പസമയം ഇരിക്കാനായിട്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക. നിങ്ങൾ സ്നേഹത്തോടും പ്രാർത്ഥനയോടും ദൈവത്തിലെ എല്ലാ യുവാക്കളും യുവതികളും കുഞ്ഞുങ്ങളും എല്ലാവരും ഇരിക്കുകയാണ്. മനസ്സിലായില്ലേ? നമ്മൾ ഇനി കേൾക്കുവാൻ പോകുന്നത്, നമ്മൾ ഇത്രയും സമയം പാട്ടുപാടി പ്രാർത്ഥനയൊക്കെ നടത്തി കാണിക്കുന്ന ദശാംശങ്ങളൊക്കെ സ്വീകരിച്ചു. ഇനി നമ്മൾ നിത്യജീവന്റെ മൊഴികൾ, വിശുദ്ധ സോമന സൗരി, നിത്യജീവന്റെ മൊഴികൾ, ഇതാരിൽ നിന്നാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്? ആരിൽ നിന്നാണ് ഈ നിത്യജീവന്റെ മൊഴികൾ നമ്മൾ കേൾക്കാൻ പോകുന്നത്? ആരിൽ നിന്നാണ്? എന്നിൽ നിന്നല്ല. ഞാനൊരു മാധ്യമമാണ്, ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്, അല്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ അല്പസമയം ഇരിക്കണം. ഞാൻ മുഖവരെയൊന്നും ഇല്ലാതെ തുടങ്ങാം. ഞാൻ മുമ്പേ ഒരിക്കൽ ഇവിടെ വന്നപ്പോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അന്ന് പ്രസംഗിച്ചതായ ദൂതെന്ന് പറയുന്നത്, ഞാൻ അന്ന് നിങ്ങളോട് സംസാരിച്ചതായ ദൂതം എന്ന് പറയുന്നത് ഒന്നാം ദൂതന്റെ ഒന്നാമത്തെ ഭാഗമായി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒന്നാം ദൂതിന്റെ ഒന്നാമത്തെ ഭാഗം എനിക്ക് തോന്നുന്നു ഒരു 6 മാസത്തിലധികമായിട്ട് തോന്നുന്നു ഞാൻ എനിക്ക് ഇവിടെ സംസാരിച്ചു. 6 ആയിട്ടില്ല. എന്നാലും ഉദ്ദേശം ഒന്നാം ദൂതിന്റെ ഒന്നാമത്തെ ഭാഗം ഞാൻ സംസാരിച്ചു. ഇന്ന് ഒന്നാം ദൂതിന്റെ രണ്ടാമത്തെ ഭാഗം ഈ 20-25 മിനിറ്റ് കൊണ്ട് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ,
ഇത് അന്ത്യകാലമാണ്. ഇതെല്ലാം കുഞ്ഞുങ്ങളും ശ്രദ്ധിച്ചിരിക്കണം. ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് നാളെ സമയത്ത് കേൾപ്പിക്കുവാനും നിങ്ങൾക്ക് കേൾക്കുവാനും കിട്ടുന്നതായ സാഹചര്യങ്ങൾ കുറവാണ്. അതുകൊണ്ട് ഇത് കേട്ടുവെക്കണം. എന്തിനാണ് ഈ ദൂത് പറയപ്പെട്ടിരിക്കുന്നത്, നൽകപ്പെട്ടിരിക്കുന്നത്? ഇത് ആരോടാണ് പറയേണ്ടത്? ഇത് എന്തിനാണ് ഇത് പ്രസംഗിക്കുന്നത്, പറയുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ ഇവിടെ വരുന്നതായ സുവിശേഷകന്മാരോട് വന്ന് കുറച്ച് വചനമെടുത്ത് പ്രസംഗിച്ച് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ അതൊക്കെ മറന്നു കളയുന്നതിനായിട്ടല്ല, നമുക്കതിൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഞാനിപ്പോൾ കരിമരം സഭയിൽ 3-ാം ദൂതിന്റെ അവസാനത്തെ ഭാഗം പ്രസംഗിച്ച് അവസാനിപ്പിച്ചിട്ട് വരികയാണ്. മനസ്സിലാക്കണം. 3-ാമത്തെ ദൂതിന്റെ അവസാന ഭാഗം പ്രസംഗിച്ചു വരികയാണ്. അവിടെ ആഹ്വാനം ചെയ്തത് ആ ദേശം 10ഓളം മറ്റ് പണികളുണ്ട്. അവിടെ പെന്തക്കോസ്ത്, അതേപോലെ തന്നെ CSI, RC, പിന്നെ ഇങ്ങനെ തുടങ്ങിയതായ ഒരുപാട് പണികളുണ്ട്. അവരെല്ലാവരും പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അഡ്വന്റിസ്റ്റുകാരായിരിക്കുന്ന നമുക്ക് 1844 മുതൽ ഈ ലോകത്തോട് പറയുവാനായിട്ട് നമ്മെ ഏൽപ്പിച്ചതായ ദൂത് ആരും പ്രസംഗിക്കുന്നില്ല. ആർക്കും അത് അറിയില്ല, ആരും അത് പഠിപ്പിക്കുന്നില്ല. അവസാനം അവരുടേതായ പ്രവർത്തകന്മാരോട്, സുവിശേഷകന്മാരോട് അവിടുത്തെ ജനങ്ങൾ വന്ന് ചോദിക്കും, ഇത്രയും കാലം നിങ്ങൾ ഇത് എവിടെ മറച്ചു വെച്ചിരുന്നു, നിങ്ങൾ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല എന്ന് ചോദിക്കും. അതുകൊണ്ട് അവർക്ക് ഇരട്ടി ശിക്ഷ കിട്ടും. അതുകൊണ്ട് നിങ്ങളിത് അറിയുന്നവർ നിങ്ങളിത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം. നിങ്ങൾ എത്ര പേര് ഈ കേൾക്കുന്നതായ ദൂത്, ഈ സാക്ഷ്യം മറ്റുള്ളവരോട് പറയുന്നത് എനിക്ക് അറിയത്തില്ല. അപ്പോൾ 1-ാം ദൂതിന്റെ ദൂത് 1-ാമത്തെ ഭാഗം ഞാൻ സംസാരിച്ചു എന്ന് പറഞ്ഞു. അത് എവിടെയാണ് എഴുതിയിരിക്കുന്നത് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അതിന്റെ ഉത്തരം അറിയാം. ആ 1-ാം ദൂതിന്റെ ദൂത് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? ഓ, ശരിയായ ഒരു ഉത്തരം വന്നില്ല. വെളിപ്പാട് പ്രവചനം 14-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. അത് കർത്താവായ യേശുക്രിസ്തു എവിടെയാണ് പറഞ്ഞതെന്ന് നമുക്കറിയാമോ? എപ്പോഴാണ്, ആരോടാണ് പറഞ്ഞതെന്ന് നമുക്കറിയാമോ? യേശുക്രിസ്തു ഈ ദൂതിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ തന്റെ ശിഷ്യന്മാർ ആവശ്യപ്പെട്ടപ്പോൾ തന്റെ ശിഷ്യന്മാരുടെ കർത്താവ് പറഞ്ഞത് എവിടെയാണ്? മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 15-ാമത്തെ 14-ാമത്തെ വാക്യമാണ്. ശ്രദ്ധിച്ചിരിക്കണം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 14-ാമത്തെ വാക്യം. എടുത്തവർക്കൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം. കുഞ്ഞുങ്ങൾക്ക്, ചെറുപ്പക്കാർക്ക് എല്ലാവരും വേദപുസ്തകമുള്ളവർ എത്ര പേരുണ്ട്? വേദപുസ്തകമുള്ളവർ എത്ര പേരുണ്ട്? കൈ ഇങ്ങനെ ഇങ്ങനെ കുടുക്കി പിടിക്കാനല്ല, ഉള്ളവരിങ്ങനെ ഉയർത്തി പിടിക്കുക. വേദപുസ്തകമുള്ളവർ. വേദപുസ്തകം ഇല്ലാത്തവരെല്ലാം വേദപുസ്തകം വാങ്ങണം. അമ്മമാരും പിതാക്കന്മാരും കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും വേദപുസ്തകം വാങ്ങിക്കൊടുക്കണം. ഒരു ദിവസമെങ്കിലും, ഓരോ ദിവസവും ഈ വേദപുസ്തകം കൊണ്ട് നടക്കുകയും അല്ലെങ്കിൽ ഭവനത്തിലുണ്ടെങ്കിൽ എടുക്കുകയും ഒരു വാക്യമെങ്കിലും വായിക്കുകയും ചെയ്യണം. നിന്റെ വചനം എന്റെ കാലിന് ദീപവും പാതയ്ക്ക് ആർക്കാണ്? പാതയ്ക്ക് പ്രകാശം ആർക്കാണ്? പാതയ്ക്ക് പ്രകാശം ആർക്കാണ്? എന്തോ അത് വായിക്കുന്നവർക്ക്. അതുകൊണ്ടാണ് വെളിപ്പാട് യോഹന്നാൻ പത്മോസ് വെച്ച് പറഞ്ഞത്, ഇതിൽ എഴുതിയിരിക്കുന്നത് വായിക്കുന്നവരും വായിച്ചു കേൾപ്പിക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും എങ്ങനെയുള്ളവരെന്ന് പറഞ്ഞ് ലോട്ടറി അടിക്കുന്നവർക്കല്ല. ലോട്ടറി അടിക്കുന്നവർക്കല്ല, മനസ്സിലായല്ലോ? ലോട്ടറി എടുത്തെടുത്ത് മുടിഞ്ഞവരുണ്ട്. അതുകൊണ്ട് ലോട്ടറി അടിക്കുന്നവർക്കല്ല. ഈ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ദൂതൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. അത് നിന്റെ കരങ്ങൾ കൊണ്ട് എടുക്കുകയും അത് വായിക്കുകയും വായിച്ചു കേൾപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നീ ഭാഗ്യവാൻ. വായിക്കാം. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതായ കാര്യം, രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. അപ്പോ ഇത് ആരോട് പറഞ്ഞതാണ്? കർത്താവ് യേശുക്രിസ്തു ആരോട് പറഞ്ഞതാണ്? തന്റെ ശിഷ്യന്മാരോട്. തന്റെ ശിഷ്യന്മാർ എന്ത് ചോദ്യം ചോദിച്ചു കർത്താവിനോട്? കർത്താവേ, നിന്റെ വരവിനും ലോക അവസാനത്തിനും അടയാളം എന്ത് എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അതിന്റെ 14-ാമത്തെ വാക്യത്തിലാണ് കർത്താവ് അവസാനം പറഞ്ഞു നിർത്തി, രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. നമ്മളെല്ലാവരും അതോടുകൂടി അവസാനിക്കും. പിന്നെ നമ്മളെ കണ്ടു കിട്ടുകയില്ല. നമ്മൾ എവിടെ ചെന്നിരിക്കും? ഇന്ന് പാഠം പഠിച്ചപ്പോൾ അതില്
നമുക്ക് സ്വർഗരാജ്യത്തിൽ എത്താനുള്ളതായ ഒരു വാക്യമുണ്ടായിരുന്നു. സ്വർഗരാജ്യത്തിൽ നിന്ന് ദൈവരാജ്യത്തിൽ നമ്മൾ എല്ലാവരും എത്തണമെങ്കിൽ അവിടെ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതായ ഒരു കാര്യമുണ്ട്, കർത്താവ് പറഞ്ഞതായ ഒരു കാര്യമുണ്ട്. നമ്മളെല്ലാവരും എവിടെ എത്തണം? അവസാനം സഞ്ജയ സഹോദരി, നമ്മളെല്ലാവരും എത്തേണ്ടത് എവിടെയാണ്? എവിടെ? ഉറക്കെ പറയൂ. നമ്മളെല്ലാവരും ഇവിടെ വരുന്നതും ഈ ഉടുപ്പിട്ടിരിക്കുന്നതും ഈ വ്യക്തികളിൽ ഈ കസേരകളിൽ ഇരുന്ന പാട്ടുകൾ പാടുന്നതും ദൈവത്തെ ആരാധിക്കുന്നതും ദൈവത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നതും കർത്താവ് വരുമ്പോൾ കർത്താവിനോടൊപ്പം സ്വർഗത്തിലെത്തണം. അല്ലാതെ ഇവിടെ കിടന്ന് റൗണ്ട് അടിക്കാൻ വേണ്ടിയിട്ടല്ല. ഇവിടെ അങ്ങനെയുള്ള ആളുകളുണ്ട്. കാരണം നശിച്ചു പോകുന്നവർ, അത് ദൈവത്തിന്റെ വചനം പ്രത്യേകം പറയാണ്, നശിച്ചു പോകുന്നവർ, നശിച്ചു പോകുന്നവരും നശിക്കാതെ പോകുന്നവർ. നശിച്ചു പോകുന്നവരെന്ന് വെച്ചാൽ ഈ ലോകത്തില് സാത്താനും അവന്റെ കൂട്ടാളികൾക്കും വേണ്ടി അവർ കാത്തു സൂക്ഷിക്കുന്ന വിശ്വാസവും അവരുടെ ജീവിതവുമായി അവർ നശിക്കുവാൻ പോവുകയാണ്. എന്നാൽ നമ്മെ പോലെ ഉള്ളതായ ഒരു വിഭാഗം പേർ നാം നശിക്കുന്നവരുടെ കൂട്ടത്തിൽ കാണും. എബ്രായരുടെ ലേഖനം 10-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചാട്ടെ. അവിടെ ഒരു വിഭാഗത്തെ കുറിച്ച് കാണുന്നുണ്ട്. നിങ്ങളുടെ ശ്രദ്ധ വിട്ടുപോകരുത്. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം എന്ത് ചെയ്യരുത്? എങ്ങനെയുള്ള ധൈര്യം? മഹാപ്രതിഫലമുള്ള ധൈര്യം. ഈ മഹാപ്രതിഫലം എന്ന് പറയുന്നത് എന്താണ്? എന്താണ് ഈ മഹാപ്രതിഫലം? പ്രതിഫലമുണ്ട്, മഹാപ്രതിഫലമുണ്ട്. കോമനസൗരി, എന്താണ് ഈ മഹാപ്രതിഫലം? അത് തന്നെ ഞാൻ പറഞ്ഞത്. എന്നെയും നിങ്ങളെയും വിളിച്ച് എന്റെ കർത്താവിനോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് നിങ്ങൾ ലോക സ്ഥാപനം മുതൽ ഞാൻ ഒരുക്കിയിരിക്കുന്നതായ ഈ സന്തോഷത്തിലേക്ക് നിങ്ങൾ വന്ന് ചേരുവീൻ, പ്രവേശിപ്പീൻ, ആ സന്തോഷം അനുഭവിപ്പീൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ കൈയിട്ട് കാറ്റും അടിച്ച് പുകയും വലിച്ച് പാട്ടീസും അടിച്ച് ചില ആളുകൾ പറയുമ്പോഴത്തേക്ക് ചില ആളുകൾ നിസ്സാരം പോലെയാണ്. ഇയാൾക്ക് ഒരാളിങ്ങനെ ഒന്നർക്ക് പരീക്ഷിക്കാൻ എത്ര ദൈവം ഉണ്ടെന്ന് കൊണ്ടുപോകണം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തായാലും ഇതൊക്കെ നമുക്ക് വേണ്ടി വെച്ചിട്ടുള്ളതല്ലേ? ഇതൊക്കെ നമുക്ക് വെച്ചിട്ടുള്ളതല്ലേ? ഇന്ന് നാളെ പാഠം പഠിച്ചപ്പോൾ യോഹന്നാൻ നേരത്തെ വന്ന് പറഞ്ഞു, നിങ്ങൾ സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ, മാനസാന്തരപ്പെടുവീൻ. എവിടത്തേക്ക് പോലും കർത്താവായ യേശുക്രിസ്തു ആ സുവിശേഷം പ്രസംഗിച്ചു. നിങ്ങൾ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ കിടക്കുവാൻ കഴിയില്ല. ഇവിടെ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് സ്വർഗരാജ്യത്തിന് വേണ്ടിയാണ്. കർത്താവ് മലമേലെ ആദ്യത്തെ മതപ്രസംഗം നടത്തിയപ്പോ കർത്താവ് 12 സമ്മാനങ്ങളാണ് അവിടെ വിതരണം ചെയ്തത്. മനസ്സിലായോ? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യം 12 സമ്മാനങ്ങൾ. അത് നിങ്ങൾ വീട്ടിൽ ചെന്ന് പരിശോധിച്ചാൽ മതി. അപ്പൊ നമുക്കിനി പിന്നെ 1-ാം ദൂതിന്റെ 1-ാമത്തെ ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. അവിടെ നിത്യസുവിശേഷമാണ് പ്രസംഗിക്കുവാനായിട്ട് കർത്താവ് പറഞ്ഞത്. എന്താണ് നിത്യസുവിശേഷം? എന്താണ് നിത്യസുവിശേഷം എന്നാണ് ഞാൻ ചോദിച്ചത്. അത് 2-ാമത്തെ ഭാഗമാണ്. ആ നിത്യസുവിശേഷം എന്ന് പറയുന്നത് എന്താണ്? സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ സാധനം വാങ്ങാൻ കിട്ടുന്ന സാധനമാണോ? കടയിൽ ചെന്ന് ഓൺലൈനിൽ കിട്ടുന്നതാണോ? പിന്നെ സുവിശേഷം ഈ പറയുന്നതായ സകലമായ മനുഷ്യരും യേശു എന്ന നാമത്താൽ സ്വർഗത്തിലെത്തണമെന്ന് പിതാവ് തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ആ നിത്യസുവിശേഷം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ഇവിടെ നശിക്കരുന്ന എല്ലാവരും. നോഹ 120 സംവത്സരമാണ് പ്രസംഗിച്ചത്. ഒരു പെട്ടകം ഉണ്ടാക്കാൻ ദൈവം പറഞ്ഞു. പെട്ടകം ഉണ്ടാക്കി. അതിന്റെ അളവും കുറിയും മാനവും അതിന്റെ എല്ലാം ദൈവം കൊടുത്തു, അല്ലെ?